നാട്ടിക ജുമാ മസ്ജിദിന് സമീപം പലചരക്ക് കട കുത്തിത്തുറന്ന് മോഷണം. നാട്ടിക ജുമാ മസ്ജിദിന് സമീപം മജീദ് സ്റ്റോഴ്സിലാണ് തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടുകൂടി മോഷണം നടന്നത്. കടയിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപയും 50 പാക്കറ്റ് സിഗരറ്റ്, ബീഡി എന്നിവയാണ് മോഷണം പോയത്. കടയുടെ ഷട്ടർ കുത്തിത്തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ മേശയിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപയും പള്ളികളിലേക്കും ക്ഷേത്രങ്ങളിലേക്കുമുള്ള നേർച്ചപ്പെട്ടിയിലെ പണവും 15,000 രൂപയുടെ സിഗരറ്റ്, ബീഡി എന്നിവയുമാണ് മോഷ്ടാക്കൾ കവർന്നത്. രാവിലെ ഉടമസ്ഥനായ മജീദും മകൻ സവാദും കട തുറക്കാൻ എത്തിയപ്പോഴാണ് കടയുടെ ഒരു ഭാഗം തുറന്നു കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് അകത്ത് കടന്ന് നോക്കിയപ്പോഴാണ് പൈസയും മറ്റും പോയതറിഞ്ഞത്. തുടർന്ന് CCTV പരിശോധിച്ചപ്പോൾ 2 പേരുടെ മോഷണ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. തുടർന്ന് വലപ്പാട് പോലീസിൽ പരാതി നൽകി. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലിൽ മഷി പുരട്ടാതെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. നിരാശയിൽ രാജൻ മടങ്ങി. വിരലിൽ മഷി പുരട്ടാതെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് രാജൻ ഇത്തവണ വോട്ട് ചെയ്യാനാകാതെ നിരാശയോടെ മടങ്ങി. മണലൂർ സെന്റ് തെരേസസ് UP സ്കൂളിലെ 148-ാം ബൂത്തിൽ വോട്ട് ചെയ്യാൻ പണ്ടാരൻ പരേതനായ രാമൻ മകൻ 84 വയസ്സുള്ള രാജൻ എത്തിയപ്പോഴാണ് മഷി പുരട്ടാതെ വോട്ട് ചെയ്യിപ്പിക്കാൻ അനുവദിക്കാതിരുന്നത്. 2016-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഷിയിട്ട് വോട്ട് ചെയ്തതിന് പിന്നാലെ ഒരാഴ്ച കഴിഞ്ഞ് ചൂണ്ടുവിരലിൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം തേടി. വോട്ടിങ്ങിടെ ഉപയോഗിച്ച മഷിയാണ് അലർജിക്ക് കാരണമെന്നും ഡോക്ടർ വിധിയെഴുതി. തുടർന്ന് ചികിത്സ നടത്തിയതിനു ശേഷമാണ് ഭേദമായത്. ചികിത്സിച്ച ഡോക്ടറിൽ നിന്ന് വോട്ടിംഗ് മഷി അലർജിയാണെന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയ പ്രകാരം പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിൽ മഷി പുരട്ടാതെയാണ് വോട്ട് ചെയ്തിരുന്നത്. മാധ്യമശ്രദ്ധയും പിടിച്ചുപറ്റിയിരുന്നു. ഇതിനിടയിൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അതിനാൽ ഇത്തവണ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് മഷി പുരട്ടാതെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരുന്നത് എന്ന് ഓഫീസർ പറഞ്ഞു. 21 വയസ്സ് മുതൽ വോട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇതുവരെ വോട്ട് നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്നും വീണ്ടും മഷി പുരട്ടി വോട്ട് ചെയ്താൽ അലർജി വന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ ഭയന്നാണ് വോട്ട് ചെയ്യാതെ മടങ്ങുന്നതെന്നും രാജനും പറഞ്ഞു. തൃശൂർ ജില്ലാ ഈഴവ സഭ 16-ാം വാർഷിക പൊതുയോഗവും മെമ്പർഷിപ്പ് വിതരണവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടന്നു. റിട്ടയർഡ് മേജർ പ്രൊഫസർ ഡോക്ടർ വിശ്വനാഥൻ CN ഉദ്ഘാടനം ചെയ്തു. സഭാ പ്രസിഡന്റ് TK ഷൺമുഖൻ അധ്യക്ഷനായി. PG സുരേന്ദ്രനാഥ് ആധ്യാത്മിക പ്രഭാഷണം നടത്തി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രൊഫസർ TK സതീഷ് മെമ്പർഷിപ്പ് വിതരണം നിർവഹിച്ചു. സെക്രട്ടറി NK ലോഹിതാശൻ, ട്രഷറർ MK ധർമ്മൻ, അഡ്വക്കേറ്റ് സീസർ അറക്കേൽ, TG ധർമ്മരത്നം, CG രവി എന്നിവർ സംസാരിച്ചു. 2024-25 ഭരണസമിതി ഭാരവാഹികളായ പ്രസിഡന്റ് TK ഷൺമുഖൻ, വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സീസർ അറക്കേൽ, വൈസ് പ്രസിഡന്റ് TG ധർമ്മരത്നം, സെക്രട്ടറി NK ലോഹിതാശൻ, ട്രഷറർ MK ധർമ്മൻ, കൺവീനർ TG രവീന്ദ്രൻ, രക്ഷാധികാരി PA രമണൻ, മീഡിയ കൺവീനർ അഭയ് രവീന്ദ്രൻ എന്നിവരെ തെരഞ്ഞെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴുവിൽ യൂണിറ്റ് 47-ാം വാർഷിക പൊതുയോഗം നടന്നു. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജഹാൻ NK അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തൃശൂർ ജില്ലയിലെ വ്യാപാരി കുടുംബാംഗങ്ങൾക്കും സംരക്ഷണത്തിന്റെ സുരക്ഷാ കവചമൊരുക്കി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഭദ്രം സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി യൂണിറ്റിലെ അംഗമായ രവീന്ദ്രന്റെ കുടുംബത്തിന് 10,10,000 രൂപയുടെ ചെക്ക് MPTN പ്രതാപൻ കുടുംബത്തിന് കൈമാറി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷിനോദ് ചിറയിൽ, യൂണിറ്റ് ട്രഷറർ AA മുഹമ്മദ്, നാട്ടിക മണ്ഡലം ചെയർമാൻ KK ഭാഗ്യനാഥൻ, ജനറൽ സെക്രട്ടറി ഷിനോദ് ചിറയിൽ, രക്ഷാധികാരികളായ MV ശങ്കരനാരായൺ, ഷാബു വെട്ടിയാട്ടിൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് നവീൻ MX, വനിതാ വിംഗ് പ്രസിഡന്റ് അജിത രഘു, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KO ജോൺ, MK തോമസ് എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തളിക്കുളം യൂണിറ്റിന്റെ 40-ാം വാർഷികം നടന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് EG ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KA ഹംസ, ഗുരുവായൂർ നിയോജക മണ്ഡലം ജനറൽ കൺവീനർ ബിജു തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് 2024-2026 വർഷത്തെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് EG ചന്ദ്രബോസ്, വൈസ് പ്രസിഡന്റ് PM ഖാദർ കുഞ്ഞ്, സെക്രട്ടറി KK ഹംസ, ജോയിന്റ് സെക്രട്ടറി ES വസന്തകുമാർ, ട്രഷറർ PK മാംദ് ഹാജി എന്നിവരെ തെരഞ്ഞെടുത്തു. തുടർന്ന് വെൽഫെയർ സൊസൈറ്റിയുടെ 37-ാം വാർഷികം യൂണിറ്റ് പ്രസിഡന്റ് EG ചന്ദ്രബോസ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി PM ഖാദർ കുഞ്ഞി, മഹിളാ വിംഗ് പ്രസിഡന്റ് ജീജ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് VV ബാബു, വൈസ് പ്രസിഡന്റ് PK മാംദ് ഹാജി, സെക്രട്ടറി PM ഖാദർ കുഞ്ഞി, ജോയിന്റ് സെക്രട്ടറി CS ലോഹിതാശൻ, ട്രഷറർ EG ചന്ദ്രബോസ് എന്നിവരെ തെരഞ്ഞെടുത്തു.
നാട്ടിക പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പലയിടങ്ങളിലും പ്രകോപനമുണ്ടാക്കുകയും 129 ബൂത്തിൽ കൺവീനർ രാജേഷ് കാരയിലിനെ കയ്യേറ്റം ചെയ്യുകയും കഴുത്തിന് ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്ത കോൺഗ്രസ് നടപടിയിൽ പ്രതിഷേധിച്ച ബിജെപി നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തൃപ്രയാർ പോളിംഗ് ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം ചേർന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും നാട്ടികയിൽ സംഘർഷമുണ്ടാക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് യാതൊരു പ്രകോപനമില്ലാതെ KSU നേതാവിന്റെ നേതൃത്വത്തിൽ രാജേഷിന് നേരെ നടത്തിയ ആക്രമണമെന്നും അക്രമകാരിയായ KSU നേതാവിനെ നിലയ്ക്ക് നിർത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് മാസ്റ്റർ, AK ചന്ദ്രശേഖരൻ, സേവൻ പള്ളത്ത്, ബഗീഷ് പൂരാടൻ, ലാലൂണുങ്ങൽ, രശ്മി ഷിജു, മനീഷ് നാളൻ, PK ബേബി, PV സെന്തിൽകുമാർ, ഗ്രീഷ്മ സുക്ലേഷ്, അംബിക ടീച്ചർ, KS സുധീർ, NS ഉണ്ണിമൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. വോട്ടിംഗ് തലേ ദിവസം ബൂത്ത് കെട്ടലുമായി ബന്ധപ്പെട്ട് RSS BJP സംഘം KSU ജില്ലാ സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ആടിനെ പട്ടിയാക്കുന്ന വാദിയെ പ്രതിയാക്കുന്ന പ്രചാരണവുമായും പ്രതിഷേധവുമായി ആസൂത്രിതമായി RSS രംഗത്ത് വരുന്നത് നാട്ടികയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണെന്ന് UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. അക്രമം അഴിച്ചുവിട്ട BJPക്കാർ അന്ന് നിയമ നടപടിയെ ഭയന്ന് 3 ദിവസം കഴിഞ്ഞ് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് തെറ്റ് പറ്റിയത് മറച്ചുവെക്കാൻ കൂടിയാണെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ബൂത്ത് കെട്ടലിലെ തർക്കം അവസാനിപ്പിക്കാനാണ് UDF ശ്രമിച്ചത്. പക്ഷേ നാട്ടികയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന സമീപനം, നാട്ടിൽ വലിയ ആപത്ത് വിളിച്ചു വരുത്തുന്ന സമീപനമാണ് BJP RSS ശ്രമിക്കുന്നത്. പാർലമെന്റ് ഇലക്ഷനിലെ പരാജയ ഭീതിയിൽ നാട്ടികയിലെ UDF പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും കള്ളക്കേസ് കൊടുത്തും ഭയപ്പെടുത്തി വീട്ടിലിരുത്താൻ കഴിയുമെന്ന് RSS BJP വ്യാമോഹിക്കേണ്ട എന്നും UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദീഖ്, കൺവീനർ KA കബീർ, അനിൽ പുളിക്കൽ, VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, K ഷൗക്കത്തിലെ AN സിദ്ധപ്രസാദ്, CK ഷാജി, VD സന്ദീപ്, PH മുഹമ്മദ്, CG അജിത് കുമാർ, UB മണികണ്ഠൻ, PC ജയപാലൻ, CA ഇബ്രാഹിം എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. അന്തിക്കാട് തട്ടിൽ തറവാട് ശ്രീ ഭദ്രകാളി മുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പിൽ സതീഷ് മുഖ്യ കാർമ്മികനായി. നാമജപവും അന്നദാനവും പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നു. പഴുവിൽ കിഴക്കേ മരണാനന്തര സഹായ സമിതിയുടെ വാർഷിക പൊതുയോഗം ചേർന്നു. സമിതി പ്രസിഡന്റ് KV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അംഗങ്ങളുടെ മക്കളായ ഞാറ്റുവെട്ടി വിനോദ്, മകൾ ആര്യ, പാറക്കൽ വിപിൻ, മകൾ ശിവമഞ്ചേരി എന്നിവർക്ക് വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിച്ചു. പറ്റാലി ഉണ്ണികൃഷ്ണൻ മകൾ ഐശ്വര്യ PU, കോഴിപ്പറമ്പിൽ നിർമ്മൽ കുമാർ മകൾ ആരോമിലും കായിക പ്രതിഭ പുരസ്കാരം നൽകി ആദരിച്ചു. സമിതി സെക്രട്ടറി CK രാജൻ, ട്രഷറർ ES പീതാംബരൻ, കോംഭാര ഗോപി, ദേവിദാസ് PA എന്നിവർ സംസാരിച്ചു. ഇതോടുകൂടി ഗ്രാമി ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിച്ചു. നമസ്കാരം.